ഈ ലോകത്തിലേക്ക് എയ്ഡ്സ് കൊണ്ടുവന്നത് ശ്രീകൃഷ്ണനാണെന്നാണ്. എല്ലാവരുടെയും ഭഗവാനാണ് കൃഷ്ണൻ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ രാധ എന്നല്ല അർത്ഥം, പാഞ്ചാലി എന്നർത്ഥം. തൻ്റെ പേരിൻ്റെ പുല്ലിംഗത്തോട് സ്ത്രീലിംഗമായി ചേർത്തിരിക്കുന്നത് തൻ്റെ ഭക്തയാണ്. കൃഷ്ണനെപ്പറ്റി പഠിക്കണോ? മഹാഭാരതം വായിച്ചേ പറ്റൂ. മഹാഭാരതം തരുന്ന ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച ലോകത്ത് ഒരു ഗ്രന്ഥത്തിനും തരാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണൻ 16,008 ഭാര്യമാരെയും യാതൊരു കലഹവുമില്ലാതെ പ്രേമത്തോടെ കൊണ്ട് നടന്നെങ്കിൽ കൃഷ്ണനേക്കാൾ നല്ലൊരു ഹസ്ബൻഡ് ഇല്ല. ദ മാൻ എന്ന് വിളിക്കാം. ശ്രീകൃഷ്ണനെ പറ്റി എന്ത് പറഞ്ഞാലും ആ വ്യക്തിയുടെ മനസ്സിലാണ് ആറ്റിറ്റ്യൂഡ്. കൃഷ്ണന് കോടാനുകോടി ഭാര്യമാരുണ്ട്, അതെല്ലാം കൃഷ്ണൻ പ്രിയപ്പെട്ട ഭക്തന്മാരാണ്. ശ്രീകൃഷ്ണന്റെ ഒറിജിനൽ ബയോഗ്രഫിയായ മഹാഭാരതം വായിക്കണം, രാമന്റെ ബയോഗ്രഫിയായ രാമായണം വായിക്കണം. അപ്പോൾ ഈ രണ്ട് ഇതിഹാസങ്ങളെ തൊടാതെ ജീവിച്ചാൽ പലതിനും ഉത്തരം ഉണ്ടാവില്ല. ഗുരുജി നമസ്കാരം. വീണ്ടും നമ്മുടെ പുണ്യത്തിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെ കുറേ ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭഗവാൻ, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചാൽ ആദ്യം കാണുന്ന മുഖം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെയാണ്. അപ്പോൾ ഈ കുറേ ആളുകൾക്കിടയിൽ ഭഗവാനെ ഭയങ്കരമായിട്ട് തേജോധം ചെയ്യുന്നുണ്ട്. ഭഗവാനെ അതായത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ കൃഷ്ണനെ തന്നെ. അതായത് നമ്മളിങ്ങനെ കൃഷ്ണഭക്തയാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ചോദിക്കുന്ന അതിങ്ങനെ എങ്ങനെ ആവാണ്ടിരിക്കും, കൃഷ്ണ സ്ത്രീലമ്പടനല്ലേ, ഇങ്ങനെയാണ് അന്നേരെ ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു കൃഷ്ണഭക്തി പോട്ടെ, ഒരു ഈശ്വര വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താ തോന്നുക, അന്നേരം തന്നെ വിഷമം വരും ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇതിന് വരെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ 16,008 ഭാര്യമാരില്ലായിരുന്നു കൃഷ്ണനെന്ന്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ 2 കല്യാണം അല്ലെങ്കിൽ 3 കല്യാണം കഴിക്കുന്നവരെ തന്നെ പൊതുവെ അങ്ങനെ ഒരു രീതിയിലാണല്ലോ പുറം ലോകം പറയുന്നത്. അപ്പോൾ 16,008 ഭാര്യമാരുള്ള ആളെ പിന്നെ സ്ത്രീലമ്പടൻ എന്നല്ലാതെ എന്താ വിളിക്കേണ്ടതെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇതിലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നവരവരുണ്ട്. അതായത് ഭഗവാനെ ഒരു ലിറ്ററലി പറഞ്ഞ ഒരു പേർട്ടായിട്ട് കരുതുന്ന ആളുകൾ അങ്ങനെ പറയുന്നവരുണ്ട്. നമുക്ക് ദേഷ്യം വരും അന്നേരം. പിന്നെ ഈ ചിലരോടുണ്ട്, നമ്മൾ പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല, അപ്പോൾ മൗനം പാലിച്ചിരിക്കുക എന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം വരും. അപ്പം ഞാനിത് വിചാരിച്ചിരുന്ന കാര്യമാണ്, നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകർക്കെങ്കിലും ഇനിയും ഇതുപോലെ ആരെങ്കിലും പറഞ്ഞാൽ, ഇപ്പം എനിക്കാണെങ്കിൽ കൂടി ഇതിൻ്റെ സത്യാവസ്ഥ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം ശരിക്കും ഈ 16,008 ഭാര്യമാരുടെ യഥാർത്ഥത്തിലുള്ള വാസ്തവമായിട്ടുള്ള ഒരു കഥ എന്താണെന്നുള്ളതും മിഥ്യാധാരണ എന്താണെന്നുള്ളതും രണ്ടും ഗുരുജി ഒന്ന് പറഞ്ഞു തരണം. ഇതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയിട്ട് ഞാൻ മംഗലാപുരത്തുള്ള സമയത്ത്, മംഗലാപുരത്ത് ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു പാസ്റ്റർ നിൽക്കുന്ന വഴിയിൽ അയാൾ എന്തോ ഒരു ലഘുലേഖ ഇങ്ങനെ കൊടുക്കുന്നു. 2 ഭാഷകളുണ്ട്, ഇംഗ്ലീഷിലും കന്നഡയിലുണ്ട്. അപ്പോൾ ഞാനത് കന്നഡ എനിക്ക് വായിക്കാൻ കുറച്ച് പ്രയാസമാണ് ആ സമയത്ത്. മറുപുറം നോക്കിയപ്പോൾ കാണുന്നത് ഈ ലോകത്തിലേക്ക് എയ്ഡ്സ് കൊണ്ടുവന്നത് ശ്രീകൃഷ്ണനാണെന്നാണ്. അപ്പം ഞാൻ കേട്ടിടത്തോളൊന്നും അതിനെ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ആളുകളെ കൂട്ടുകയും പ്രതികരിക്കുകയും ചെയ്തു അവിടെ. പക്ഷെ ഇത് ലോകം മുഴുവൻ ഇങ്ങനെ ഒരു വർഗം ഭഗവാൻ ശ്രീകൃഷ്ണനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആതിര പറഞ്ഞൊരു തിരുത്തുണ്ട്, ഒരുപാട് പേരുടെ ഭഗവാനാണ്. അങ്ങനെയല്ല, എല്ലാവരുടെയും ഭഗവാനാണ്. ഒരുപാട് പേരുടെ എല്ലാവരുടെയും ഭഗവാനാണ് കൃഷ്ണൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വ്യാസം പറഞ്ഞു. ഈ ശ്രീകൃഷ്ണനെ പറ്റി ഇങ്ങനെ ഒരു ട്രോൾ വരാൻ കാരണം എന്താണ്? ട്രോൾ എന്നുള്ള ഇപ്പോഴത്തെ ഭാഷ. കാരണം ചോരയൊലിപ്പിച്ചും അല്ലെങ്കിൽ ജുഗുപ്സാവഹമായ രീതിയിൽ കിടക്കുന്ന ദൈവസങ്കല്പങ്ങൾ ഒരു വശത്ത് ഉണ്ട്. എന്നാൽ എപ്പോഴും പ്ലസൻ്റായി, എപ്പോഴും പോസിറ്റീവായിട്ട്, എപ്പോൾ നോക്കിയാലും നമുക്കൊരു കണി കണ്ട ഫീലിംഗ് കിട്ടുന്ന ഒരു ദേവതാ വിശേഷമാണ് ശ്രീകൃഷ്ണൻ്റെ. അപ്പോൾ അതിനെ എന്തെങ്കിലും പറഞ്ഞ് ഇകഴ്ത്തിയില്ലെങ്കിൽ, ഇത് നമ്മളെ ഹിന്ദുക്കളെ സംബന്ധിച്ച് മതം ഒരു കച്ചവടമല്ല, ചിലരെ സംബന്ധിച്ച് മതം ഒരു വലിയ കച്ചവടമാണ്. അപ്പോൾ കച്ചവടത്തിൽ തോറ്റുപോകാണ്ടിരിക്കാൻ നമ്മളുടെ പ്രോഡക്റ്റും മറ്റവരുടെ പ്രോഡക്റ്റായിട്ടാണ് അവർ കാണുന്നത്. അപ്പം അത് കുഴപ്പമുള്ള പ്രോഡക്റ്റാണ്, അത് ഡിഫക്റ്റീവാണെന്ന് പറഞ്ഞാൽ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ 16,008 ഗോപികാരമണൻ എന്നാണ് കൃഷ്ണൻ്റെ പേര്, ഗോപികാരമണൻ. ഈ ഗോപികാരമണൻ എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിനർത്ഥം, ഈ ഗോ ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. ഭൂമി എന്നർത്ഥമുണ്ട്, വേദം എന്നർത്ഥമുണ്ട്, സൂര്യരശ്മികൾ എന്നർത്ഥമുണ്ട്. ഗോപികാരമണൻ എന്ന് പറയുന്നത് നാരായണ സവിതൃമണ്ഡല മധ്യവർത്തി, സവിതൃമണ്ഡലത്തിൻ്റെ, അതായത് സൂര്യമണ്ഡലത്തിൻ്റെ നടുവിൽ നാരായണൻ വർത്തിക്കുന്നു എന്നാണ് വൈദികമായ സങ്കല്പം. അപ്പോൾ ആരാണ് ഭഗവാൻ? ഗോപിക എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യരശ്മി എന്നർത്ഥം വരും. അനേകം എണ്ണിയാൽ ഒടുങ്ങാത്തത്രയ്ക്കും സൂര്യരശ്മികളെ രമിച്ചിരിക്കുന്ന സാക്ഷാൽ നാരായണനാണിത്
എന്നർത്ഥം. അല്ലാതെ കൃത്യമായി എണ്ണി 16,008 ബീവിമാരാണെന്ന് പറയുന്നത് വ്യംഗത്തിലാണ്. മാത്രം ഇനി വേറെ പ്രശ്നമുണ്ട്. പുരാണ കഥകളെ മാത്രം ആശ്രയിച്ച് ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് ഒരു അധമ മാർഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പുരാണ കഥകൾക്ക് പലപ്പോഴും നമ്മൾ ഇന്നത്തെ കാലത്ത് ലോജിക്ക് കണ്ടെത്താൻ പറ്റില്ല. ഒരാളുടെ തോളിൻ്റെ വിസ്താരം ഇത്ര യോജന എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് അത് സങ്കല്പിക്കാനോ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റില്ല. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം, കൃഷ്ണനെപ്പറ്റി എന്ത് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ശ്രീകൃഷ്ണനെപ്പറ്റി എന്ത് തരം ആക്ഷേപം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള പുസ്തകശാലയിൽ പോയിട്ട് മഹാഭാരതം വാങ്ങി വായിക്കണം. ഇപ്പം മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല വിവർത്തനം വിദ്വാൻ കെ പ്രകാശത്തിൻ്റെയാണ്. വിദ്വാൻ കെ പ്രകാശം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ എനിക്ക് 7-8 വോള്യൂമായിട്ട് ഇപ്പോൾ DC പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ മഹാഭാരതം മുഴുവൻ വായിച്ചിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണനെ പറ്റി ഒരു അക്ഷരം ഉണ്ടാവും. കാരണം മഹാഭാരതത്തിലുള്ള മൂലകഥ, വ്യാസാചാര്യരുടെ മൂലകഥ എന്ന് പറഞ്ഞാൽ അത് പിന്നെ പല ആൾക്കാരുടെയും ആത്മകഥയും കൂടിയാണ്. മഹാഭാരതം ഒരേ സമയം വ്യാസൻ്റെ ആത്മകഥയാണ്, അതേസമയം ശ്രീകൃഷ്ണൻ്റെ ആത്മകഥയാണ്, അല്ലെങ്കിൽ ജീവിത ചരിത്രമാണ്. വ്യാസൻ്റെ ആത്മകഥയും ശ്രീകൃഷ്ണൻ്റെ ജീവിത ചരിത്രവും ദുര്യോധൻ്റെ ജീവചരിത്രമാണ്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളുടെ എല്ലാവരുടെയും ഫേസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? മഹാഭാരതത്തിൽ നിന്നാണ്. ശ്രീകൃഷ്ണനെ പറ്റിയുള്ള ഫേസ്റ്റ് ഇൻഫർമേഷൻ എവിടെയുള്ളത്? മഹാഭാരതത്തിലുള്ളത്. നമുക്ക് 2 ഇതിഹാസങ്ങളേ ഉള്ളൂ, രാമായണവും മഹാഭാരതവും. ഈ 2 ഇതിഹാസവും ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലാത്തവരാണ് 95% ഹിന്ദുക്കളും. എന്നിട്ട് തട്ടിവിടുകയാണ് കൃഷ്ണൻ അത്ര ഭാര്യമാരുണ്ടായിരുന്നു, കൃഷ്ണൻ ഇങ്ങനെ ഓടി ചേലെടുത്തോടി. ശ്രീകൃഷ്ണനെ ഭാഗവത പുരാണത്തിലും മറ്റു പുരാണത്തിലും കാണിക്കുന്ന രീതിയിലേ അല്ല വ്യാസാചാര്യർ മഹാഭാരതത്തിൽ കാണിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെ കൃഷ്ണനെ വായിച്ചാൽ ഇങ്ങനെയൊന്നുമല്ല നടപടി. അതുകൊണ്ടാണ് വ്യാസ മഹാഭാരതത്തിൻ്റെ നടുവിലുള്ള ഭീഷ്മപർവത്തിൽ വരുന്ന ഗീതാശാസ്ത്രം, ഭഗവത്ഗീത എന്നും ലോകത്തെ ഏറ്റവും ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ്, ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പോൾ ഈ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ തളർന്നിരിക്കുന്ന അർജുനോട് എന്താ പറഞ്ഞത്? ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്വാ ഉത്തിഷ്ഠ പരന്തപ എന്നാണ്. അതായത് ബന്ധുജനങ്ങളെ കണ്ടിട്ട് ഇവരെയൊക്കെ ഞാൻ കൊല്ലേണ്ടി വരുമല്ലോ. അത് ഗാന്ധിമാർഗത്തിൻ്റെ തുടക്കം അർജുനൻ്റെ വാദങ്ങളിൽ നിന്നാണ്. ഗീതയിലെ 1-ാം അധ്യായത്തിൽ ആണും പെണ്ണും കെട്ടൊരവസ്ഥയിലേക്ക് അർജുനൻ പോകുന്നുണ്ട്. അതാണ് ക്ലൈബ്യം ചോദിച്ചത്. ക്ലീബത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തീരുമാനം എടുക്കാൻ കഴിയില്ലായ്മ, ഒരു ചാലഞ്ച് വരുമ്പോൾ നേരിടാൻ പറ്റാത്ത അവസ്ഥ, ഒളിച്ചോടുന്ന അവസ്ഥയാണ് ഈ ക്ലീബത. ഒരു ഡിസൈസീവായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഡിസീസ്. അപ്പോൾ കൃഷ്ണൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടുന്ന് വന്നിട്ട് ഈ അമ്മായി കളി എന്നാണ് ചോദിക്കുന്നത്. അമ്മായി നമ്മൾ നാട്ടിൽ പറയില്ലേ, ആണുമല്ല പെണ്ണുമല്ല, എവിടുന്ന് വന്ന് നിനക്ക് ഇത്? നീ യോദ്ധാവാണ്, നീ ഇന്ദ്രൻ്റെ ദേവന്മാരോടെല്ലാം യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരാണ്, നിനക്ക് എന്താ ഇത്ര പേടി? നിനക്ക് ഈ കേവലം മാനവന്മാരോട് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി എന്തിനാണ് യുദ്ധം പ്രഖ്യാപിച്ചത്? അതാണ് ചോദ്യം. ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തകളിൽ ഒരാളാണ് പാഞ്ചാലി. സത്യത്തിൽ പാഞ്ചാലി ശ്രീകൃഷ്ണൻ വേളി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. വേളി കഴിച്ചത് ഇവരൊക്കെയാണ്, അർജുനാദികളാണ്, 5 പേരുടെ ഭാര്യയാണ്. പക്ഷെ സത്യത്തിൽ ശ്രീകൃഷ്ണനെ മനസ്സാ വേളി കഴിച്ചിരിക്കുന്നു പാഞ്ചാലി. അപ്പോൾ 5 പേരുടെ ഭാര്യയെ തട്ടിയെടുത്തു തന്നെ അർത്ഥമുണ്ടോ? ഇല്ല. മനസ്സുകൊണ്ട് പാഞ്ചാലി ആരാധിക്കുന്നതും പാഞ്ചാലി തൻ്റെ ഏറ്റവും വലിയ വീരപുരുഷനായിട്ട് കാണുന്നതും കൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ്റെ പേര് സംസ്കൃതത്തിൽ കൃഷ്ണ, സ്ത്രീലിംഗം കൃഷ്ണ എന്നാണ്, ദീർഘം. കൃഷ്ണ എന്ന് പറഞ്ഞാൽ രാധ എന്നല്ല അർത്ഥം, രുക്മിണി എന്നല്ല, സത്യഭാമ എന്നല്ല, പാഞ്ചാലി എന്നർത്ഥം. തൻ്റെ പേരിനോട്, തൻ്റെ പേരിൻ്റെ പുല്ലിംഗത്തോട് സ്ത്രീലിംഗമായി ചേർത്തിരിക്കുന്നത് തൻ്റെ ഭക്തയാണ്. അപ്പോൾ ഈ 16,008 അല്ല, ഇന്നത്തെ കാലത്ത് 1 കോടിയോ 10 കോടിയോ ഭാര്യമാർ കൃഷ്ണനുണ്ട്. എങ്ങനെ? ഉള്ളിൽ അങ്കനാം അന്തരേ മാധവം എന്നാണ്. രാസക്രീഡ നടക്കുമ്പോൾ ഓരോ ഗോപികയും കാണുന്ന അവളുടെ ഇടയിൽ കൃഷ്ണൻ, ഓരോ ഗോപിക്കും ഓരോ പേഴ്സണൽ കൃഷ്ണൻ, അങ്ങനെയല്ലേ? അപ്പം നമ്മുടെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിൽ പണ്ടൊരു അനുഭവം ഉണ്ട് എനിക്ക്. ഞങ്ങളുടെ വീട്ടിൽ പല ഭഗവാന്മാരുടെ ചിത്രങ്ങളുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു ലഡ്ഡു ഗോപാലുണ്ട്. ലഡ്ഡു കൈ ഇങ്ങനെ വെച്ചിട്ട് മുട്ടിലഴിഞ്ഞ് വരുന്ന കൃഷ്ണൻ. അപ്പം ഞാനത് ചുമരിൽ ഒട്ടിച്ച് വെച്ചു. ബാലഗോകുലത്തിൻ്റെ ഒരു നോട്ടീസിൽ നിന്ന് കിട്ടി എനിക്കത്. തിൻ പേപ്പറാണ്. അത് ഞാൻ ഒട്ടിച്ച് എന്നും അതിനോട്, ബാക്കി ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഞാൻ അത് പ്രാർത്ഥിക്കില്ല, അതിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം വീട്ടിൽ ഈ വൈറ്റ് വാഷ് ചെയ്യാൻ വന്ന ആൾ ഇതൊന്നും നോക്കാണ്ട് നേരെ വൈറ്റ് വാഷ് ചെയ്തു കൃഷ്ണൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ബോധം കെട്ട് വീണത് അത് കണ്ടിട്ടാണ്. എന്നുവെച്ചാൽ എനിക്ക് ആകെ മൂർച്ച, അതെന്താ പറയുക, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
കേവലം ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ പ്രിൻ്റ് ചെയ്ത ഒരു ലഡ്ഡു ഗോപാലിൻ്റെ ചിത്രം, വെറും പേപ്പർ, അതിൽ പോലും നമ്മൾ കൊടുക്കുന്ന മൂല്യം ജീവന തുല്യമാണ്. നമ്മൾ പറയും പ്ലാസ്റ്റർ ഓഫ് പാരീസിലുണ്ടാക്കിയ കൃഷ്ണനല്ലേ, അല്ലെങ്കിൽ മണ്ണിലുണ്ടാക്കിയ, നമ്മളൊരു സാധനത്തോട് നമ്മളുടെ വൈകാരികമായ ബന്ധമാണ് അതിൻ്റെ മൂല്യം. ഇപ്പോൾ പ്രേമിക്കുന്ന സമയത്ത് നീ എൻ്റെ കരളാണെന്ന് പറയുന്നത് ശരിക്കും ലിറ്റററി കരളായിട്ടാണോ? അപ്പോൾ കരൾ എന്ന് പറയുന്നത് എനിക്ക് അവിഭാജ്യമായ ഘടകമാണ് നീ എന്നല്ലേ എൻ്റെ അർത്ഥം. അതേ വ്യക്തികൾ തമ്മിൽ തെറ്റി ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഓർക്കുക പോലുമില്ല. ചിലപ്പോൾ ഓർത്താൽ തന്നെ എങ്ങനെ ഓർക്കുക, അയ്യോ അങ്ങനെയല്ലേ. അപ്പം നമ്മുടെ മനസ്സിൻ്റെ അതല്ലേ യത് ഭാവം തദ്ഭവതി എന്നാണ്. അപ്പോൾ എൻ്റെ അറിവിൽ ക്രിസ്തീയ സമുദായത്തിൽ അവരുടെ പള്ളിയിൽ നന്നായിട്ടുള്ള 2 സ്ത്രീകൾ എനിക്ക് നേരിട്ടറിയാം. ഇപ്പോഴും അവർ നൺസാണ്. പേര് ഞാൻ പറയില്ല, കാരണം അവരെ അപ്പം തന്നെ പിടിച്ചവർ പുറത്താക്കും. ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവരുണ്ട്. തമാശയായിട്ട് പറയില്ല. ഗീതയിലൂടെ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും കാതലായ ഉപദേശം എന്താണ്? ശ്രീമദ് ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീത ഒരു കൃഷ്ണനെ അവതരിപ്പിക്കുന്നുണ്ട്. ജഗദ്ഗുരുവായ തത്വവിചക്ഷണനായ അല്ലെങ്കിൽ സദ്ഗുരുനാഥനായ ഒരു കൃഷ്ണൻ. കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്നല്ലേ. ആ ഗുരുവിൻ്റെ ശിഷ്യകളായിട്ടുള്ള അനേകം ആൾക്കാരുണ്ട്. ശിഷ്യകൾ ഭാര്യമാരല്ല, പക്ഷെ ശിഷ്യകളുടെ ധ്യേയവസ്തു എന്താണ് അവരുടെ ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ കൃഷ്ണനാണ്. ഒരു ഭാര്യ പതിവ്രതയാവുന്ന എപ്പോഴാണ്? അവൾ പാത്രം കഴുകുമ്പോഴും അടിച്ചു വരുമ്പോഴും തൻ്റെ കാന്തനെക്കുറിച്ചുള്ള ചിന്തയാണ് അല്ലേ. മനസ്സിൽ ഭർത്താവ് വരുന്നില്ലേ, ബാഹ്യമായ വേളി കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ കൃഷ്ണൻ എത്ര ഭാര്യമാരുണ്ടാവാം? കോടാനുകോടി ലോകത്ത് എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ കൃഷ്ണനെ ആരാധിക്കുന്നുണ്ട്, പല രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലഡ്ഡു ഗോപാൽ, ചെറിയ ഈ കൊച്ചു കുഞ്ഞ് മുട്ടിലഴിഞ്ഞ് വന്നിട്ട് ലഡ്ഡുവും കൊണ്ട് ഇങ്ങനെ വരുന്നൊരു ചിത്രം പലതും കണ്ടിട്ടുണ്ടാവും. അത് ഇയാൾ വൈറ്റ് വാഷ് ചെയ്തു. അപ്പോൾ ഞാനങ്ങ് അലറി, എനിക്ക് ബോധം പോയി. അതായത് ഞാൻ മൂർച്ഛിച്ച് വീണു ഞാൻ കുട്ടിക്കാലത്ത്, ചെറുപ്പത്തിലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞതിനോട്, എടാ ഇത് വെറും പേപ്പറാണ്, നീ നിനക്ക് വേറെ ഫോട്ടോ ഞാൻ വാങ്ങി തരാം. അപ്പം നമ്മളൊന്നിനും അറ്റാച്ച് ചെയ്യുന്ന വാല്യൂ ആണ്. ശ്രീകൃഷ്ണനെ നിങ്ങൾക്ക് ശത്രുവായി കാണാം, അത് നിങ്ങളുടെ മൈൻഡാണ്. ശത്രുത എവിടെയാണ്? നിങ്ങളുടെ മൈൻഡിനകത്താണ്. മിത്രമായി കാണാം, അത് നിങ്ങളുടെ മൈൻഡാണ്. ഭർത്താവായി കാണാം, നിങ്ങളുടെ മൈൻഡാണ്. സോ മെൻ്റലി സോ മെനി പീപ്പിൾ, മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡിവോട്ടഡ് ടു കൃഷ്ണ. അന്ന് കാലത്ത് 16,000 എട്ടുന്ന ജനസംഖ്യ വലുതായിരിക്കും. ഇന്ന് 800 കോടി ജനസംഖ്യയുണ്ട്. അതിൽ ഞാൻ പറയുന്നത് എല്ലാ ചരാചര പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടാണ് കൃഷ്ണനെ കാണുന്നത്. കേവലം മനുഷ്യരുടെ നാഥനല്ല. ഇസ്ലാം മതത്തിലെയും ക്രിസ്തു മതത്തിലെയും ജുഡായിസത്തിലെയും ദൈവം മനുഷ്യരുടെ ദൈവമാണ്. അവർക്കൊരു പന്നിക്കുട്ടിയെ നിഷ്കളങ്കമായ പ്രായത്തിൽ വെട്ടിക്കൊല്ലാൻ മടിയില്ല, കാരണം അവരുടെ മതത്തിൽ അതിന് ആത്മാവില്ല. നമുക്ക് സാധിക്കില്ല. ഒരു കൃഷ്ണഭക്തന് ഒരു പശുക്കിടാവിനെ അടിക്കാനോ വെട്ടാനോ തോന്നില്ല. ഒരു കൃഷ്ണഭക്തന് സകല ജീവജാലങ്ങളിലും കൃഷ്ണനെ കാണാൻ പറ്റും. അത് ഗീതയിലുള്ള എന്തുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കളുടെ കുഴപ്പം? ഉത്തരം തേടേണ്ടടുത്ത് തേടുന്നില്ല. ഒരു അമ്മൂമ്മ മുറ്റത്തിങ്ങനെ സന്ധ്യയ്ക്ക് തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ വഴിയെ പോയൊരു പയ്യൻ ചോദിച്ചു, എന്താ അമ്മമ്മയെ തപ്പുന്നത്? മോനെ എൻ്റെ കമ്മൽ കളഞ്ഞു പോയി. കുറേ നേരം ഈ പയ്യനും തപ്പാൻ കൂടി. 1 മണിക്കൂർ കഴിഞ്ഞ് അമ്മമ്മ എവിടെയും കാണുന്നില്ലോ, എവിടാ പോയത്? അത് അകത്താണ് പോയത്, വെളിച്ചെവിടെയാണ് ഇവിടുത്തെ കയ്യിൽ. അതുപോലെ നിങ്ങൾ ഉത്തരം തേടേണ്ടത് തേടുന്നില്ല. കൃഷ്ണനെപ്പറ്റി പഠിക്കണോ? മഹാഭാരതം വായിച്ചേ പറ്റൂ. എത്ര സ്ട്രെന്യൂസ് ആണെങ്കിലും നിങ്ങൾ ആ എഫർട്ട് എടുക്കണം. ഞാൻ എല്ലാവരോടും പറയണോ, എല്ലാ ആൾക്കാരോടും പറയണം, കൃഷ്ണനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും മഹാഭാരതത്തിലൊരു കൃഷ്ണനെ വ്യാസാചാര്യർ, ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ, ചിന്തകൻ, തത്വദരിശി വ്യാസനാണ്. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നാണ്. വ്യാസൻ്റെ ഉച്ഛിഷ്ടമാണ് ജഗത്ത് മുഴുവൻ. എന്താ കാരണം? വ്യാസൻ തൊട്ടുകൂട്ടാത്ത ഒരു വിഷയവുമില്ല. മാനസിക വിഷയങ്ങൾ, അതായത് സൈക്കോളജിയെ സംബന്ധിച്ച് വലിയൊരു ഗ്രന്ഥമാണ് മഹാഭാരതം. മനുഷ്യ മനസാക്ഷി ആയിട്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണൻ, ആ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് വ്യാസൻ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ചോദ്യം. അത് സത്യം പറഞ്ഞാൽ മഹാഭാരതത്തെക്കാൾ വലിയൊരു ക്ലാസിക് ഈ ലോകത്തില്ല. ഏതോ വലിയ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ ഹോമറുടെ ഇലിയുടെ ഒഡീസി എടുത്ത് വയ്ക്കുക, ഒരു തട്ടിൽ മഹാഭാരതം വയ്ക്കുക. മഹാഭാരതം താഴ്ന്നിരിക്കുന്നവർ. മഹാഭാരതം ഫിസിക്കൽ വെയിറ്റ് അല്ല പറയുന്നത്. മഹാഭാരതം തരുന്ന ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച ലോകത്ത് ഒരു ഗ്രന്ഥത്തിനും, ബൈബിളിനോ ഖുർആനോ തരാൻ സാധിക്കില്ല. അന്ധമായ ചെറുപ്പത്തിലേ പിടിച്ച് മതവിദ്വേഷം കുത്തിച്ചെലുത്തിയവർക്ക് ഇത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് വെളിച്ചം വേണോ? വെളിച്ചം തേടി പോകണം.
എവിടെ തേടണം? മുത്തശ്ശി കൂട്ട് മുറ്റത്ത് തിരയല്ല. നിങ്ങൾ തിരയേണ്ടത് ശ്രീകൃഷ്ണൻ ആരാണെന്ന് അറിയണമെങ്കിൽ മഹാഭാരതം വായിക്കണം. ഒരു ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ എപ്പോഴും സ്ത്രീകളുടെ കൂടെ നടക്കുകയും 16,008 ഭാര്യമാരുടെ കൂടെ നടക്കുകയും പെണ്ണുങ്ങളുടെ കൂടെ നടക്കുക, എന്താ പറയുക, ഒരു വാക്ക് പെർവേർട്ട് അല്ലേ, പെർവേർട്ട് അല്ലെങ്കിൽ വേറൊരു പേര് പറയും, എന്താ ഒരു അല്ലല്ല എന്താ ഡോൺ ജുവാൻ എന്താ ഒരു വാക്ക് പറയും, ഇംഗ്ലീഷ് പറയും, വേറൊരു വാക്ക് പറയും പ്ലേ ബോയ് അല്ലേ, ആൺപിള്ളേർ ഇങ്ങനെ പെൺപിള്ളേരുടെ കൂടെ ഇങ്ങനെ. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും നയിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത ജീവിതമാണ് കൃഷ്ണൻ്റെത്. ശ്രീകൃഷ്ണനെ പറ്റി പറയുമ്പോൾ ഒരു കഥ പറയും. അതായത് കഥയാണ്. വ്യാസാചാര്യർ മഴക്കാലത്ത് പുഴയുടെ ഇക്കരയിരിക്കുകയാണ്, വ്യാസൻ്റെ കുടീരം. വ്യാസനാണ് രാവിലെ എല്ലാ ദിവസവും ശ്രീകൃഷ്ണനെ പള്ളി ഉണർത്താൻ പോകുന്നത്. എന്നിട്ട് വെണ്ണ കൊണ്ട് കൊടുക്കും നേദ്യമായിട്ട്. അപ്പം മഴ ഇങ്ങനെ അതിഭീകരമായി പേമാരിയാണ്, യമുന നിറഞ്ഞൊഴുകുകയാണ്. ആരും കാല് വെക്കാൻ പേടി, വെച്ചാൽ 100 കിലോമീറ്റർ അപ്പുറം പോയി വീഴും, അതുപോലെ ഒഴുകുകയാണ്. അപ്പോൾ വ്യാസൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ ഞാൻ ഇന്ന് എങ്ങനെ അങ്ങേക്ക് വെണ്ണ തരും എന്ന് ചോദിച്ചു. ഗോപികമാർ ആ വഴി വന്നു. ഗോപികമാർക്കും കടക്കാൻ പറ്റുന്നില്ല, ഗോപികമാരും കൃഷ്ണൻ വെണ്ണ കൊടുക്കുന്നതാണ്. അപ്പോൾ വ്യാസൻ ഗോപികമാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ആജ്ഞാപിക്കാം. വ്യാസൻ മഹാസിദ്ധനാണ്, ഞാൻ ആജ്ഞാപിക്കാം വഴി മാറാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസൻ പറഞ്ഞു, ഈ ഗോപികമാർക്ക് പിന്നെ വഴി മാറി കൊടുക്കൂ യമുനെ. ഇപ്പോൾ യമുന വഴി മാറി കൊടുത്തു. ഗോപിമാർ വെണ്ണയുമായിട്ട് കൃഷ്ണനെ ഉണർത്താൻ പോയി. കൃഷ്ണൻ്റെ അടുത്ത് പോയി കൃഷ്ണനെ വെണ്ണ കഴിച്ചു. എന്നിട്ട് കൃഷ്ണൻ പറയാണ്, ഞാൻ അനാദി ബ്രഹ്മചാരിയാണെങ്കിൽ യമുന വഴിമാറുന്നു. യമുന വഴിമാറി. ഈ കഥയ്ക്ക് മറ്റൊരു സാങ്കത്യമുണ്ട്. വ്യാസൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, ഞാൻ വെണ്ണ കഴിക്കാറുണ്ട്, കുറേ കഴിച്ചു. എന്നിട്ട് അതാണ് പറഞ്ഞത്, കുറേ കഴിച്ചിട്ട് വ്യാസൻ പറയാണ്, ഞാനിന്നൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ വഴിമാറാൻ. അപ്പോൾ യമുന വഴിമാറി. അപ്പുറത്ത് കൃഷ്ണൻ്റെ അടുത്ത് പോയപ്പോൾ ഗോപിമാർ പറഞ്ഞു, വ്യാസൻ കുറേ തിന്ന് തീർത്തു അങ്ങേക്ക് തരുന്ന വെണ്ണ, അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് ബാക്കി കഴിച്ച് കൃഷ്ണൻ പറഞ്ഞു, ഞാൻ അനാദി ബ്രഹ്മചാരിയാണെങ്കിൽ യമുന വഴിമാറട്ടെ. വീണ്ടും വഴിമാറി അക്കരെ കടന്നു. അപ്പോൾ ഇത് രണ്ടുപേരും പറഞ്ഞ കള്ളമാണ് ഫിസിക്കലി. കാരണം കൃഷ്ണൻ 8 ഭാര്യമാരുണ്ട്, വ്യാസനാവട്ടെ കഴിച്ചു. അപ്പം ഇതൊരു ദൃഷ്ടിയാണ്, ജ്ഞാനിയുടെ ദൃഷ്ടിയാണ്. അതായത് കഴിച്ചതെല്ലാം കൃഷ്ണനാണ്, വ്യാസൻ കൊടുക്കുന്നതെല്ലാം കൃഷ്ണനാണ്, വ്യാസം കഴിക്കുന്നതെല്ലാം കൃഷ്ണാർപ്പണ വസ്തു എന്നാണ്. അങ്ങനെയാണ് വ്യാസം കഴിക്കുന്നത്. അപ്പോൾ അതാ വ്യാസം, ഞാനൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ യമുന വഴിമാറട്ടെ എന്ന്. കൃഷ്ണനാവട്ടെ ഈ സ്ത്രീകളോടെല്ലാം ബന്ധമുണ്ടെങ്കിലും കൃഷ്ണൻ ഫിസിക്കലി അവരോട് അല്ലാതെ മെൻ്റലി ഡിറ്റാച്ച്ഡ് ആണ്, ജ്ഞാനിയാണ്. ഇനി വേറൊരു ചോദ്യം, ഒരു പൊണ്ടാട്ടി നമ്മൾ വീട്ടിൽ വെച്ചാൽ പോലും നമുക്ക് സ്വൈര്യം ഉണ്ടാവില്ല. 16,008 പൊണ്ടാട്ടിയെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കൊണ്ടുനടക്കണമെങ്കിൽ ലോകത്ത് ഏറ്റവും നല്ല പുരുഷനാളല്ലേ. ഒരു പൊണ്ടാട്ടിയുടെ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? ശ്രീകൃഷ്ണൻ 16,008 ഭാര്യമാരെയും യാതൊരു കലഹവും ഇല്ലാതെ പ്രേമത്തോടെ കൊണ്ട് നടന്നെങ്കിൽ കൃഷ്ണനേക്കാൾ നല്ലൊരു ഹസ്ബൻഡ് ഇല്ല. ദ മാൻ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് ഓഷോ ബുക്ക് എഴുതി, കൃഷ്ണ ദ മാൻ ആൻഡ് ഫിലോസഫി എന്ന്. കൃഷ്ണ ദ മാൻ ആൻഡ് ഹിസ് ഫിലോസഫി എന്ന് ബുക്ക് എഴുതി. ഓഷോയുടെ ഏറ്റവും മനോഹരമായ ബുക്കാണ് ശ്രീകൃഷ്ണൻ കൃഷ്ണ ദർശനം. അത് ഇംഗ്ലീഷാണിത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും വായിച്ചിട്ട് വേണം പറയാൻ. അതിലും ഒരുപാട് ഫാക്ച്വൽ എറേഴ്സ് ഉണ്ട്. ശരിയായ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി ശരിയായ ഉൾക്കാഴ്ച കിട്ടണമെങ്കിൽ മഹാഭാരതം വായിക്കണം. മഹാഭാരതം അതിൻ്റെ ഒറിജിനൽ, അത് ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ വിദ്വാൻ കെ പ്രകാശം മാത്രമാണ് ഉള്ളത്. പിന്നെ ഉണ്ട് മൃഡാനന്ദ സ്വാമികളുടെ 2 വോള്യൂം ശ്രീരാമകൃഷ്ണ മഠത്തിലുണ്ട്. അത് നല്ല ബുക്കാണ്, പക്ഷേ അത് കൺസൈസ് ആണ്, അതും തെറ്റല്ല, അത് പ്രാമാണികമാണ്. പക്ഷെ മുഴുവൻ കഥയും വായിക്കണമെങ്കിൽ വിദ്വാൻ കെ പ്രകാശം 7 വോള്യൂം 8 വോള്യൂം ഉണ്ട്, വായിക്കണം. ഇതിനെല്ലാം സമാധാനമുണ്ട്. പിന്നെ തൻ്റെ പേര് കൃഷ്ണനാണ്. തൻ്റെ പേരിൻ്റെ സ്ത്രീലിംഗം എങ്ങനെ 5 പേരുടെ ഭാര്യയായി? സാധാരണ രാമൻ എന്ന് പറഞ്ഞാൽ സീതയാണ് അല്ലേ? ശിവനാണ്, ശിവ എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. പക്ഷെ എന്താ ഇത് മാത്രം അങ്ങനെ വെച്ചാൽ ഇതാണ് കൃഷ്ണൻ്റെ പരിപാടി. കൃഷ്ണൻ്റെ ഏറ്റവും ഡിവോട്ടഡ് ആയിട്ടുള്ള ഭക്തയാണ് കൃഷ്ണൻ. അങ്ങനെ കാണുന്നത് അവരെ വെച്ചാൽ അവർക്ക് തൻ്റെ ഉള്ളം പറിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഭക്തന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരാണ്. നമേ ഭക്ത പ്രണശ്യതി എന്ന് പറഞ്ഞ ഒരേ ഒരു അവതാരമാണ്. എൻ്റെ ഭക്തന്മാർക്ക് നാശം ഉണ്ടാവില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സ്വർഗത്ത് പോവാം അവിടെ പോകുന്നൊക്കെ പറയാതല്ലാതെ കൃഷ്ണൻ ഒരു വാക്ക് കൊടുക്കണം, ഗ്യാരൻറ്റിയാണ്. ആ ശ്രീകൃഷ്ണൻ തെമ്മാടിയാണെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ മെൻറ്റാലിറ്റിയാണ്. എൻ്റെ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു, എടാ നിനക്കൊരാളെ
ചെളിവാരി എറിയണമെങ്കിൽ ഉം. അത് നീ കയ്യിൽ ചെളിയാക്കണ്ടേ? അതെ. അത്രേ ഉള്ളൂ. ശ്രീകൃഷ്ണനെ പറ്റി എന്ത് പറഞ്ഞാലും ആ വ്യക്തിയുടെ മനസ്സിലാണ് ആറ്റിറ്റ്യൂഡ്. കൃഷ്ണന് 16,008 കോടാനുകോടി ഭാര്യമാർ. ഭാര്യമാരുണ്ട്. അതെല്ലാം കൃഷ്ണൻ പ്രിയപ്പെട്ട ഭക്തന്മാരാണ്. അതെ. അതിലെനിക്കൊരു സംശയമുള്ളത്, ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഭാഗവതങ്ങളിൽ കേട്ടിട്ടുള്ള കഥയായിരിക്കും. ഒരു കാരാഗ്രഹത്തിൽ 16,008 സ്ത്രീകളെ, 16,008 16,000 സ്ത്രീകളെ, ഞാൻ ആ കൃത്യമായിട്ടുള്ള കഥ ഭാഗവതം ഒരു മറന്നുപോയി. പുരാണമാണ്. ആ. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. പുരാണത്തിൽ പല കഥകളും എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. ഭക്തി എല്ലാം എഴുതിയ വ്യാസനാണെന്നല്ലേ പറയുന്നത്. അതെ. 18 പുരാണങ്ങളും ആരെഴുതിയെന്നാ പറയുന്നത്? വ്യാസൻ. ശിവപുരാണം എഴുതിയ അങ്ങേര് തന്നെയാണ്. ഉം. അപ്പോൾ ശിവപുരാണത്തിൽ വിഷ്ണു ശിവന്റെ ഭക്തനായിട്ട് കാണിക്കും. ഉം. ഭാഗവതത്തിൽ ശിവൻ വിഷ്ണുവിന്റെ വിഷ്ണു ഭക്തനാണ്. എന്തിനാണത്? അതത് ദേവതകളിൽ ഏകാഗ്രത ഉണ്ടാകാൻ വേണ്ടി അതത് ദേവതകളെ ഗുണങ്ങൾ ഉയർത്തി പറയുന്ന ഗുണകഥാ കീർത്തനങ്ങളാണ് പുരാണങ്ങൾ. ഉം. അത് പ്രമാണമല്ല. ഭക്തന് ഭക്തി ഉറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അത് കോമൺ പ്രമാണമല്ല. അത് മനസ്സിലായി. അത് വൈഷ്ണവ മതക്കാർ അത് പ്രമാണമാക്കി വെക്കുന്നതുകൊണ്ട് പലതിനും ഉത്തരവില്ല. അപ്പം അവരെ ഇതും തപ്പിത്തടയുന്നത് ശരിക്കും ഒരു കഥ ആയിരിക്കും അല്ല. അല്ലേ? ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞത് എക്സാജറേറ്റ് ചെയ്ത് പറയാം അവർ. ഇപ്പോൾ കൃഷ്ണൻ ആണ് ഏറ്റവും വലിയ ആള്, ബാക്കി എല്ലാവരും താഴെയാണെന്ന് അവർ പറയും. ആ. അപ്പം ശൈവമതത്തിൽ അത് അംഗീകരിക്കില്ല, ഇല്ല ഇല്ല. അതെ. ശാക്തേയർ അത് അംഗീകരിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതത് മേഖലയിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് താങ്കളുടെ ഡിയറ്റിയോട് ബന്ധം വരാൻ വേണ്ടിയാണ് ആ കഥകൾ പറയുന്നത്. നമ്മൾ എൻ്റെ അച്ഛൻ കേമനാണ് ഞാൻ പറയുന്ന പോലാണത് അല്ലേ? അതെ അതെ അതെ. അത്രയേ ഉള്ളൂ. ആ ഒരു ബന്ധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ആ കഥകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അതാ ഞാൻ പറഞ്ഞത്. ഹിന്ദുമതം ഇത്രയധികം കല്ലേറ് കൊള്ളുന്നത് പുരാണ കഥകൾ എടുത്തിട്ട് ഇത് പ്രമാണമാണെന്ന് പറഞ്ഞ് ചിലർ പ്രസംഗിക്കും. അത് കേട്ട് നൂറുകണക്കിന് ആൾക്കാർ ഇതാണ് സത്യം എന്ന് ഓർത്ത് പലരോടും പറയും. അപ്പോൾ വെറുതെ നമ്മുടെ പാവം കൃഷ്ണനെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പുരാണമല്ല, പുരാണങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ്റെ ഒറിജിനൽ ബയോഗ്രഫിയായ മഹാഭാരതം വായിക്കണം, രാമൻ്റെ ബയോഗ്രഫിയായ രാമായണം വായിക്കണം. അപ്പോൾ ഈ രണ്ട് ഇതിഹാസങ്ങളെ തൊടാതെ ജീവിച്ചാൽ പലതിനും ഉത്തരം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. വ്യാസൻ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ചരിത്രപുരുഷനായ കൃഷ്ണനെയും ചരിത്രപുരുഷനായ രാമനെ അവതരിപ്പിക്കുന്നുണ്ട്. അത് വേണ്ട ആൾക്കാർക്ക് കഥകൾ മതി. എന്ത് ചെയ്യാൻ പറ്റും? അതാണ്.